പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ നന്ദയുടെ വാക്കുകൾ ശരത്തിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. നന്ദയുടെ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ള കാര്യം അറിയുന്നത് രാധയെ ഞെട്ടിക്കുന്നു. പക്ഷേ രാധയോട് താൻ പറയുന്നത് പോലെയേ തന്റെ സഹോദരൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സന്തോഷ് അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവും വേണ്ട എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാധ ആരുടെയോ കുടുംബം തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഉൺരവി വർമ്മ രാധയോട് അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം തിരികെ എത്തുന്ന റീനയും സന്തോഷും നന്ദയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുകയും ഇവിടെ ഞങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് നന്ദ പാലുമായി ശരത്തിന്റെ റൂമിലേക്ക് പോകുന്നത് കാണാൻ ഇടയാകുന്ന റീന അവിടേക്ക് വരികയും സന്തോഷേട്ടന് പാല് ഇഷ്ടമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ പാല് താൻ കൊണ്ടുപോവുകയാണ് എന്നും വ്യക്തമാക്കിയതിനു ശേഷം നന്ദയുടെ കയ്യിൽ നിന്ന് പാലും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ നിരാശയാകുന്ന നന്ദ ശരത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഇതേ സമയം മദ്യപിച്ച് ലക്കുകെട്ട ജിതേഷ് ദീപകിന്റെ ആന്റിയുടെ വീട്ടിലേക്ക് വരികയും ദീപകിന്റെ ആന്റിയോട് താൻ നന്ദയുടെ ജീവിതം കുളമാക്കുന്നതിനു വേണ്ടി ഒരു കാര്യം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും അന്ന് ശരത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ദീപകിന്റെ ആന്റിയെ സന്തോഷിപ്പിക്കുകയും ഇതോടെ നന്ദയുടെ ജീവിതം അവസാനിക്കും എന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം ആരതിയുടെ അഹങ്കാരമാണ് എന്നുള്ള കാര്യം ജിതേഷിനോട് അവർ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ശരത്തിന്റെ റൂമിലേക്ക് ചെല്ലുന്ന നന്ദ കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിലും ശരത്താകെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് നന്ദ ചോദിക്കുന്നു. ഒടുവിൽ നന്ദയുടെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി തയ്യാറാകുന്ന ശരത് ജിതേഷ് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. തന്റെ വിഷ്വൽസ് എല്ലാം ജിതേഷിന്റെ കൈകളിൽ ഉണ്ട് എന്നുള്ള കാര്യം നുണയാണ് എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞത് തന്നെ ഞെട്ടിച്ചു കളഞ്ഞുവെന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നുള്ള കാര്യം ശരത് പറയുന്നുവെങ്കിലും ഇതെല്ലാം അങ്ങനെ വിട്ടുകളയാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും തന്നെ തൊട്ടുപോകരുത് എന്നും വ്യക്തമാക്കുന്ന നന്ദ ഇതിനൊരു തീരുമാനം ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് പറയുകയും കുടുംബജീവിതം അതിനുശേഷം ആരംഭിച്ചാൽ മതിയെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ശരത്തിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് നന്ദയോട് പറയേണ്ടത് എന്നറിയാതെ ശരത് പകച്ചു പോകുന്നു. Do like, share and subscribe.